اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിനു വേണ്ടി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവ്വം വസിയത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കുന്ന നല്ലവരിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുകയും സ്വർഗലോകത്തിന് അർഹരായിത്തീരുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം അവൻ ചേർത്ത് തന്ന് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നിരന്തരമായി നാം തേടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകളിൽ നാം അള്ളാഹുവിനോട് ഇതാ ഇപ്പോഴും നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞു, അതുപോലെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്ക് നൽകണേ, എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മഹനീയമായ സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടുള്ളത് അവരുടെ ജീവിതത്തിൽ അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവന്റെ നിയമാവലികൾ പാലിച്ചുകൊണ്ട് ജീവിച്ച് ഈ മഹനീയമായ സ്വർഗത്തിന്റെ അവകാശികളായി മാറുവാൻ വേണ്ടിയാണ്. ആ സ്വർഗത്തിന്റെ പ്രവിശാലത നിങ്ങൾ കേട്ട ഈ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത് ആകാശഭൂമികളോളം എന്നാണ്. അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമികളോളം വിശാലമാണ് സ്വർഗം. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അല്ലാഹുവിന്റെ നിയമാവലികളെ സൂക്ഷിച്ച് ജീവിക്കുന്ന, ദോഷബാധകൾ തന്റെ ജീവിതത്തിൽ വരാതെ നോക്കുന്ന, പാപമംഗലമായ ജീവിതത്തിൽ നിന്ന് വളരെ ഭീതിയോടുകൂടി അകന്നു നിൽക്കുന്ന യഥാർത്ഥ ഭക്തന്മാർക്ക് വേണ്ടി അത് ഒരുക്കി തയ്യാറാക്കി വെക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ വിവിധ സ്ഥലങ്ങളിൽ നമ്മെ അറിയിച്ചിട്ടുള്ളത്. വളരെ നിർഭയത്വവും അതുപോലെ തന്നെ സന്തോഷവും ആഹ്ലാദത്തിന്റെയും ഏറ്റവും വലിയ ആനന്ദത്തിന്റെയും കേന്ദ്രമാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് സാധ്യമായിത്തീരുന്നത് ഖുർആൻ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിടത്തൊക്കെ പറയുന്നത് ഇത്തഖൂ റബ്ബഹും, അല്ലെങ്കിൽ ഇത്തഖൂ എന്നൊക്കെയാണ്. തങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചവർ, തഖ്വ പാലിച്ചവർ. സ്വർഗം വെറുതെ ലഭിക്കുകയില്ല. സ്വർഗം ചുറ്റുഭാഗവും വലയം ചെയ്യപ്പെട്ടിട്ടുള്ളത് പ്രയാസങ്ങൾ കൊണ്ടാണ്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കാതെ ഒരാൾക്കും സ്വർഗത്തിലെത്താൻ സാധ്യമല്ല. പരിശുദ്ധ ഖുർആൻ ചോദിച്ചിട്ടുണ്ട്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമൂഹത്തിന്റെയും സമുദായങ്ങളുടെയും ആളുകളുടെയും ഒക്കെ ത്യാഗങ്ങളുടെയും അതുപോലെ തന്നെ പ്രയാസങ്ങളുമൊന്നും നിങ്ങളും അനുഭവിക്കാതെ
സ്വർഗപ്രവേശം വളരെ എളുപ്പമാണെന്ന് ധരിച്ചിട്ടുണ്ടോ? അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വർഗം അതൊരു വല്ലാത്ത ആനന്ദത്തിന്റെ ലോകമാണ്. പക്ഷേ അത് കിട്ടാൻ വലിയ അധ്വാനം ആവശ്യമാണ്. അധ്വാനത്തിലൂടെ, പരിശ്രമത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കേണ്ടുന്ന സ്വർഗം, ആ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം മനുഷ്യനത് ആഗ്രഹിക്കുവാൻ വേണ്ടി തന്നെ, മനുഷ്യൻ ആ സ്വർഗത്തെ കൊതിച്ച് അതിനുവേണ്ടി അള്ളാഹുവിന്റെ പൊരുത്തം നേടി സ്വർഗം ലഭ്യമാകാൻ വേണ്ടി തന്നെ ആളുകൾ അധ്വാനിക്കട്ടെ, പരിശ്രമിക്കട്ടെ എന്ന നിലക്ക് പരിശുദ്ധ ഖുർആനിന്റെ നിരവധി ആയത്തുകളിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിരവധി വചനങ്ങളിലൂടെ സ്വർഗം വർണ്ണിക്കപ്പെട്ടിരിക്കുകയാണ്. സ്വർഗീയ വർണ്ണനകൾ വിശ്വാസികളുടെ മനസ്സുകളിൽ അവർ കൊണ്ടു നടക്കേണ്ടതും അതിലേക്ക് എത്തിപ്പെടാനുള്ള അധ്വാനങ്ങളിൽ വളരെയേറെ ത്യാഗം ചെയ്യേണ്ടതും അനിവാര്യമാണ്. അല്ലാഹു തആല പറയുന്നത്, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ഓരോ സംഘമായി കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആനന്ദകരമായ ആ നിമിഷത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവ്വലു സുംറത്തിൻ തദ്ഖുലുൽ ജന്നത അലാ സൂറത്തിൽ ഖമരി ലൈലത്തുൽ ബദർ والذين على آثارهم كأحسن كوكب دري في السماء ضاءة قلوبهم على قلب رجل واحد لا تباغض بينهم ولا تحاسد رواه البخاري رحمه الله. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒന്നാമത്തെ സംഘം, ആ സംഘം അലാ സൂറത്തുൽ ഖമരി ലൈലത്തുൽ ബദരി, പൂർണ്ണ ചന്ദ്രൻ ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയിലെ പരിപൂർണ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന രൂപത്തിലായിരിക്കും അവരുടെ രൂപം. വല്ലദീന അലാ ആസാരിഹിം, അവരുടെ പിറകെ കിടക്കുന്നവർ കഅഹ്സനി കൗകബിൻ ദുർരിയിൻ ഫിസ്സമായി, ആകാശത്തിൽ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അത്യുത്തമമായ താരങ്ങളെപ്പോലെ, ഇദാഅത്തൻ പ്രകാശം, സൗന്ദര്യം, പ്രകാശം, ആ നിലക്കുള്ള പ്രകാശം നൽകപ്പെട്ട യഥാർത്ഥത്തിലുള്ള ആ മുത്തഖീങ്ങളാണ് കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത്. ഖുലൂബുഹും അലാ ഖൽബി റജുലിൻ വാഹിദിൻ, എല്ലാവരുടെയും മനസ്സുകൾ ഒരേപോലെയാണ്. ആ മനസ്സുകളിൽ ലാ തബാഗുദ ബൈനഹും വലാ തഹാസുദ, അവർക്കിടയിൽ ആർക്കിടയിലും വിദ്വേഷങ്ങളില്ല, പകയില്ല, അസൂയയില്ല. എല്ലാവരും ഒരേ മനസ്സോടെ സ്നേഹിക്കുന്ന മനസ്സുകളായി കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി തന്നെ അവരെ അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി മലക്കുകൾ കാത്തുനിൽക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിനി ഇവിടെ ശാശ്വതത്വമാണ് എന്നറിയിക്കാൻ വേണ്ടി മലക്കുകൾ കാത്തുനിൽക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ സുമറിലൂടെ പഠിപ്പിച്ചു, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ, തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ച് ജീവിച്ചവർ. കണ്ടോ, സ്വർഗത്തെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ പറയുന്നത് ഇത്തഖൗ റബ്ബഹും, വെറുതെ കിട്ടൂല സ്വർഗം. തങ്ങളുടെ രക്ഷിതാവിന്റെ കൽപ്പനകളെ മാനിച്ച് അള്ളാഹു പഠിപ്പിച്ച വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രവർത്തനങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് ജീവിച്ച മുത്തഖീങ്ങൾ അവർ നയിക്കപ്പെടുകയാണ് ജന്നത്തി, സ്വർഗത്തിലേക്ക്. സുമറ, സംഘം സംഘമായി, കൂട്ടം കൂട്ടമായി. ഹത്താ ഇദാ ജാഊഹാ, അവരാ സ്വർഗത്തിലേക്ക് എത്തുമ്പോഴേക്ക് വഫുതിഹത് അബ്വാബുഹാ, അവരെ സ്വീകരിക്കാൻ ഇങ്ങനെ സ്വർഗം മലർക്കെ തുറന്നു വെക്കപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ലോകത്തിന്റെ നേതാവ്, ജേതാവ് ആദ്യമായി വാതിലിൽ മുട്ടി സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെച്ച് പ്രവേശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞ സ്വർഗം മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ മലർക്കെ തുറന്ന് കാത്തിരിക്കുകയാണ്. അവരതിലേക്ക് പ്രവേശിക്കുമ്പോഴേക്ക് വഖാല ലഹും ഖസനതുഹാ, ആ സ്വർഗത്തിന്റെ കാവൽക്കാരവരോട് പറഞ്ഞുകൊണ്ടിരിക്കും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് ശാന്തി, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ത്രിബുത്തും, കാരണം നിങ്ങൾ നന്മ ചെയ്തവരാണ്. നല്ലത് ചെയ്തവരെ, നന്മ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയതാണ് ഈ സ്വർഗം. പ്രവേശിച്ചോളൂ. ഫദ്ഖുലൂഹാ ഖാലിദീൻ, ശാശ്വതരായി പ്രവേശിച്ചോളൂ. ഇനി ഇവിടെ നിന്നൊരിക്കലും നിങ്ങൾക്ക് പുറത്തു കിടക്കേണ്ടി വരില്ല എന്ന ഏറ്റവും വലിയ ആനന്ദത്തിന്റെ, ഏറ്റവും വലിയ സന്തോഷ വാർത്ത കേട്ടുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് വിശ്വാസികൾ കാലെടുത്ത് വെക്കുന്നത്. അവർ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചപ്പോഴേക്കും സ്വർഗത്തിൽ നിന്ന്
കേൾക്കാൻ നല്ല രൂപത്തിലുള്ള ശ്രവണ സുന്ദരമായ ഒരു അനൗൺസ്മെന്റ്. സ്വർഗത്തിലേക്ക് വിശ്വാസികൾ കാലെടുത്ത് വെച്ച് സ്വർഗത്തിനകത്തേക്ക് പ്രവേശിച്ചപ്പോഴേക്ക് സ്വർഗത്തിനകത്ത് നിന്ന് ശ്രവണസുന്ദരമായ ഒരു അനൗൺസ്മെന്റ്. സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം, യുനാദി മുനാദിൻ, ഒരു അനൗൺസർ അനൗൺസ് ചെയ്യുകയാണ്, ഇന്ന ലക്കും അൻ തസിഹു ഫലാ തസ്ഖമു അബദാ, നിങ്ങൾക്കിവിടെ ആരോഗ്യത്തോടെ എന്നെന്നും ജീവിക്കാം, നിങ്ങൾ ഒരിക്കലും ഇവിടെ വെച്ച് രോഗികളാവുകയില്ല. വഇന്ന ലക്കും അൻ തഹ്യൗ ഫലാ തമൂതു അബദാ, നിങ്ങൾക്കിവിടെ എന്നെന്നും ജീവിക്കാം, ഒരിക്കലും നിങ്ങൾ മരിച്ചു പോവുകയില്ല. വഇന്ന ലക്കും അൻ തശിബ്ബു ഫലാ തഹ്റബു അബദാ, നിങ്ങൾക്കിവിടെ എന്നെന്നും യുവാക്കളായി യുവതികളായി ജീവിക്കാം, നിങ്ങൾ ഒരിക്കലും വൃദ്ധരാവുകയില്ല, നിങ്ങൾക്ക് വാർദ്ധക്യം പിടിപെടുകയില്ല. വഇന്ന ലക്കും അൻ തൻഅമു ഫലാ തബ്തഇസു അബദാ, നിങ്ങൾക്കിവിടെ എന്നെന്നും സുഖലോലുപമായ ആനന്ദങ്ങൾ ആസ്വദിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടാം, ഒരിക്കലും ഇവിടെ വിഷമിക്കേണ്ടി വരില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാണ് അല്ലാഹു തആല പറയുന്നത്, വനൂദു അൻ തിൽകുമുൽ ജന്ന ഉരിസ്തുമുഹാ ബിമാ കുൻതും തഅമലൂൻ, അവരോട് വിളിച്ചു പറയപ്പെടും, ഇതാ സ്വർഗം, ഇതാ സ്വർഗത്തിലെത്തി നിങ്ങൾ, നിങ്ങൾക്കിത് അനന്തരമായി നൽകപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അവിടെയും ശ്രദ്ധിച്ചോ, അല്ലാഹു പറയുന്നത് നിങ്ങൾക്കിത് അനന്തരമായി നൽകപ്പെട്ടിരിക്കുന്നു. ബിമാ കുൻതും തഅമലൂൻ, നമ്മുടെ മോഹിച്ചതുകൊണ്ട് കിട്ടി എന്നല്ല, വ്യാമോഹിച്ച് നടന്നതുകൊണ്ട് കിട്ടി എന്നല്ല. ബിമാ കുൻതും തഅമലൂന, നിങ്ങൾ ഇതിനു വേണ്ടി പണിയെടുത്തവരാണ്, നിങ്ങൾ ഇതിനു വേണ്ടി അധ്വാനിച്ചവരാണ്, നിങ്ങൾ ഇതിനു വേണ്ടി അമൽ ചെയ്തവരാണ്, പ്രവർത്തിച്ചവരാണ്. അതുകൊണ്ട് ഇതാ നിങ്ങളുടെ അമലിന്റെ ഫലമായി കൊണ്ട് നിങ്ങൾക്കിതാ ഇത് നൽകപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന വിളിയാളം അവിടെ നിന്നുണ്ടാകും. ശുദ്ധ ഖുർആൻ പറയാണ്, സഹീഹ് മുസ്ലിമിൽ 2837 നമ്പർ ഹദീസിൽ ഇത് വിശദീകരിച്ചിരിക്കുകയാണ്. വിശ്വാസികൾക്ക് ഇനി എന്ത് വേണം? വിശ്വാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോഴേക്ക് തന്നെ എവിടെയും സലാം സലാം സലാം, ഏറ്റവും വലിയ അഭിവാദ്യം, ശാശ്വതത്വം, എല്ലാ രൂപത്തിലുള്ള സന്തോഷ വാർത്തകളും. സ്വർഗത്തിൽ കടന്ന് സ്വർഗത്തിലേക്കൊന്ന് ചുറ്റുപാടവും കണ്ണോടിക്കാൻ നേരം കിട്ടിയിട്ടില്ല മുഅ്മിനീങ്ങൾക്ക്. അപ്പോഴേക്ക് ഈ വിളിയാളം കേട്ട് ആനന്ദിച്ച് നിൽക്കുമ്പോ അവര് സ്വർഗത്തിന്റെ പരിസരങ്ങളിലേക്ക്, സ്വർഗത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കുമ്പോൾ അവര് കാണുന്ന കാഴ്ചകൾ, ആ സ്വർഗം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരു കല്ല് സ്വർണം കൊണ്ടാണെങ്കിൽ മറ്റൊരു കല്ല് വെള്ളി കൊണ്ടാണ്. സ്വർണവും വെള്ളിയും ഇടകലർത്തിയ ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ചുമരുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതിലെ ചരൽ കല്ലുകൾ ഉലൂകളാണ്, മുത്തുകളാണ്. ആ സിമന്റ്, അതിന്റെ ചുമരുകൾ തേച്ച് സിമന്റ് ഇട്ടിട്ടുള്ളത് കസ്തൂരി കൊണ്ടാണ്, കസ്തൂരിയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മിലാത്തുൽ മിസ്ക് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത്. അതുപോലെ അതിന്റെ പരിസരങ്ങളിൽ കാണുന്ന പുല്ലുകൾ കുങ്കുമവർണ്ണം, കുങ്കുമത്തിലുള്ള ആ നിലക്ക്. അതുപോലെ തന്നെ മുകളിലേക്ക് നോക്കുമ്പോൾ ഉയർന്നുയർന്ന മണിമാളികകളുള്ള തട്ടുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സ്വർഗം. ധാരാളക്കണക്കിന് തട്ടുകൾ, 100 ദറജ എന്നൊക്കെ ചില ഹദീസുകളിൽ കാണാം. 100 തട്ടുകളുണ്ട്, ദറജകളുണ്ട് സ്വർഗത്തിന്. ഒരു തട്ടിൽ നിന്ന് മറ്റേ തട്ടിലേക്കുള്ള ദൂരം ആകാശഭൂമികളോളം ദൂരമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത്രയും അത്യുന്നതമായ മണിമാളികകൾ. അതും ആർക്കാ ലഭിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ സ്വർഗം പറയുമ്പോഴൊക്കെ പറയുന്ന ഒരു കണ്ടീഷൻ, ലാകിനില്ലദീന തഖൗ റബ്ബഹും ലഹും ഗുറഫുൻ മിൻ ഫൗഖിഹാ ഗുറഫുൻ മബ്നിയ്യ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാർ വഅദല്ലാഹ് ലാ യുഖ്ലിഫുല്ലാഹുൽ മിആദ്. തങ്ങളുടെ രക്ഷിതാവിന്റെ കൽപ്പനകളെ മാനിച്ച് ദോഷങ്ങളെ വരാതെ സൂക്ഷിച്ച് ജീവിച്ച മുത്തഖീങ്ങൾ, ലഹും അവർക്കുണ്ട്, ഗുറഫുൻ മണിമാളികകളുണ്ട്, മിൻ ഫൗഖിഹാ ഗുറഫുൻ, അതെ അതിന്റെയും മീതെ മണിമാളികകൾ, ഇങ്ങനെ എടുപ്പെടുപ്പുകളായിക്കൊണ്ട് ദറജകളായി ഉയർത്തപ്പെട്ട മണിമാളികകൾ, അടിഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങൾ. അല്ലാഹു നൽകിയ വാഗ്ദാനമാണിത്. റബ്ബൊരിക്കലും നൽകിയ വാഗ്ദാനത്തെ അവൻ ലംഘിക്കുന്നതല്ല. സൂറത്തുൽ ഖമർ 20-ാമത്തെ ആയത്ത്. ഇനിയും അല്ലാഹു അവന്റെ പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അവിടെയുള്ള ടെന്റുകൾ വിശ്വാസികൾക്ക് സ്വർഗത്തിനകത്ത് റെസ്റ്റ് എടുക്കാനും വിശ്രമിക്കാനും അവർക്ക് തയ്യാറാക്കി
തയ്യാറാക്കപ്പെട്ട വീടുകൾ ടെന്റുകളാണ്. ഇന്നലിൽ മുഅ്മിനി ഫിൽ ജന്നതി ലഖൈമതൻ മിൻ ലുഅ്ലുഅത്തിൻ വാഹിദത്തിൻ മുജവ്വഫ. സത്യവിശ്വാസികൾക്ക് സ്വർഗ്ഗത്തിലുണ്ട് ടെന്റുകൾ, മുത്തുകളാലുള്ള വലിയ മുത്തുകൾ, ചെറിയ മുത്തുകളല്ല, പേൾ മുത്ത്. എങ്ങനത്തെ മുത്ത്? മുജവ്വഫ, ഉള്ള പൊള്ളയായ മുത്തുകൾ. തൂലുഹാ ഒരു മുത്തിന്റെ നീളം 60 മീല, 60 മൈലോളം വിശാലമായി കിടക്കുന്ന വലിയ കൊട്ടാരങ്ങൾ, മുത്തിനാലുള്ള കൊട്ടാരങ്ങൾ. ലിൽ മുഅ്മിനി, വിശ്വാസികൾക്ക്. ഫീഹാ, അതിലവർക്കുണ്ട് അഹ്ലൂന, കുടുംബങ്ങളുണ്ട്, ഇണകളുണ്ട്, ഭാര്യമാരുണ്ട്. യതൂഫു അലൈഹിമുൽ മുഅ്മിൻ, തന്റെ കുടുംബങ്ങളുടെ അടുക്കലേക്ക് വിശ്വാസികൾ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഫലാ യറാ ബഅദുഹും ബഅദാ, ഒരു പരസ്പരം കാണുക പോലുമില്ല. അത്രയും ആ നിലക്ക് ദൂരത്ത് കിടക്കുന്ന ആ നിലക്കുള്ള പ്രവിശാലമായ നിലക്കുള്ള വീടുകൾ, മണിമാളികകൾ ഓരോരുത്തർക്കും തയ്യാറാക്കി വെക്കപ്പെട്ടിരിക്കുന്നു. സന്തോഷത്തോടെ നിങ്ങളും വിശ്വാസികളായ നിങ്ങളുടെ ഇണകളും ആസ്വദിച്ചോളൂ എന്നവരോട് പറയപ്പെടും. ആരോട്? അല്ലദീന ആമനൂ ബിആയാതിനാ. ഓർക്കുക, സ്വർഗം പറയുമ്പോഴൊക്കെ റബ്ബ് പറയുന്ന കണ്ടീഷനുകളാണ്. അല്ലദീന ആമനൂ ബിആയാതിനാ വകാനൂ മുസ്ലിമീൻ. നമ്മുടെ ആയത്തുകളിലൊക്കെ അടിയുറച്ച് വിശ്വസിച്ചവർ, പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ ആയത്തുകൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വചനങ്ങൾ, അതൊക്കെയും സത്യമാണെന്ന് വിശ്വസിച്ച് അംഗീകരിച്ച് അതിനോടൊക്കെ വിനയപ്പെട്ട് ആ നിയമങ്ങളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവയ്ക്ക് കീഴടങ്ങിക്കൊണ്ട് മുസ്ലിമീങ്ങളായി ജീവിച്ചവർ പറയപ്പെടും അവരോട് ഉദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ. അൻതും, നിങ്ങളും, വഅസ്വാജുക്കും, നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ ഭർത്താക്കളും നിങ്ങളുടെ ഇണകളും, തുഹ്ബറൂൻ, ആസ്വദിക്കപ്പെടാൻ സന്തോഷിക്കപ്പെടാൻ വേണ്ടി കയറിക്കോളൂ എന്ന് പറയപ്പെടും. അല്ലാഹു നമുക്കത് പ്രദാനം ചെയ്യുമാറാകട്ടെ. കേവലം വ്യാമോഹം കൊണ്ട് സ്വർഗം കിട്ടുകയില്ല. കേവലം വ്യാമോഹം കൊണ്ട് സ്വർഗം കിട്ടുകയില്ല. പ്രിയമുള്ളവരെ, സ്വർഗീയ സൗകര്യങ്ങളൊക്കെ മനസ്സിൽ ആസ്വദിക്കുമ്പോ, അത് മനസ്സിൽ കൊണ്ടു നടക്കുമ്പോ, അതൊക്കെ കിട്ടാനുള്ള തുടക്കത്തിൽ പറഞ്ഞ കണ്ടീഷനുകൾ, ഈമാൻ, ഇസ്ലാം, തഖ്വ ഒക്കെ നമ്മുടെ മനസ്സിൽ മിന്നി പറയണം. സ്വർഗീയമായ അരുവികളെപ്പറ്റി അല്ലാഹു വിശദീകരിച്ചത്, സ്വർഗത്തിൽ തയ്യാറാക്കി വെക്കപ്പെട്ടിട്ടുള്ള മുത്തഖീങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തിലെ അരുവികൾ, ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിനിൻ വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ വഅൻഹാറും മിൻ അസലിൻ മുസഫാ വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്തി വമഗ്ഫിറത്തുൻ മിൻ റബ്ബിഹിം. സൂറത്ത് മുഹമ്മദിലൂടെ അല്ലാഹു വർണ്ണിക്കുകയാണ് അതിൽ കലർപ്പില്ലാത്ത ശുദ്ധജലത്തിന്റെ ആറുകൾ, അതുപോലെ തന്നെ ഒരിക്കലും രുചിഭേദം വന്നിട്ടില്ലാത്ത പാലാറുകൾ, പാലിന്റെ നദികൾ, അതുപോലെ തന്നെ കുടിക്കുന്നവർക്ക് നല്ല ആനന്ദം പകരുന്ന ഒരു നിലക്കുള്ള വിഷമങ്ങളുമില്ലാത്ത ആ നിലക്കുള്ള മദ്യത്തിന്റെ ആറുകൾ, അതേ ശുദ്ധമായ തെളിഞ്ഞ തേനൊഴുകുന്ന രൂപത്തിലുള്ള തേനരുവികൾ, ഇങ്ങനെയുള്ള നദികൾ. വലഹും ഫീഹാ, അവർക്കവിടെയുണ്ട് മിൻ കുല്ലി സമറാത്ത്, എല്ലാത്തരം ഫലവർഗ്ഗങ്ങളും പഴങ്ങളുമുണ്ട്. നിങ്ങളുടെ രക്ഷിതാവിന്റെ നിന്നുള്ള പാപമോചനവുമുണ്ട്. വഫാകിഹത്തിൻ മിമ്മാ യതഗയ്യറൂന, സൂറത്തുൽ വാഖിഅയിൽ അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് അവിടെ കൊടുക്കുന്ന ഭക്ഷണപാനീയങ്ങൾ പറയുന്നുണ്ട്. അവര് തെരഞ്ഞെടുക്കുന്ന ഇഷ്ടപ്പെടുന്ന പഴങ്ങളാണ് നൽകപ്പെടുന്നത്. വലഹ്മി തൈരിൻ മിമ്മാ യസ്തഹൂൻ, അവരാഗ്രഹിക്കുന്ന മാംസങ്ങളും പക്ഷിമാംസം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. വഫാകിഹത്തിൻ കസീറത്തിൻ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, സീസണുകളിലല്ല കിട്ടുന്നതല്ല, സർവകാലത്തും മുറിഞ്ഞു പോകാതെ ഒരിക്കലും തടയപ്പെടാതെ ധാരാളമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫലവർഗ്ഗങ്ങൾ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിൽ കുടിപ്പിക്കുന്ന പാനീയങ്ങൾ സൂറത്തുൽ ഇൻസാനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറാ, ഒപ്പകളിൽ നിന്നവർക്ക് കുടിപ്പിക്കപ്പെടുകയാണ്. കുടിപ്പിക്കപ്പെടുന്ന പാനീയം ഇങ്ങനെ പ്രത്യേകമായ നിലക്കുള്ള കർപ്പൂരം കലർത്തിയ രൂപത്തിലുള്ള ആ രൂപത്തിലുള്ള വെള്ളം. അത് ദുന്യാവിലെ കാഫൂറല്ല, ദുന്യാവിലെ മറ്റു വിഭവങ്ങളെപ്പോലെ കാണരുത്. സ്വർഗത്തിലെ എന്ത് കാര്യങ്ങളും
പറയുമ്പോഴും അതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന പരിചയമുള്ള ചില പദങ്ങൾ പറയുന്നു എന്നതല്ലാതെ സ്വർഗം പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മാരായിനും വലാഉദുൻ സമയത്ത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്, ഒരു ഹൃദയത്തിലും ഇന്ന് വരെ ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത സുഖലോലുപതയുടെ സ്വർഗമാണ്. വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറാ, അതുപോലെ വയസ്ഖൂന ഫീഹാ കഅസൻ കാന മിസാജുഹാ സൻജബീലാ, ഇഞ്ചി കലർത്തിയ മധുരപാനീയം എന്നൊക്കെ ഖുർആൻ പറയാണ്. അതുപോലെ തന്നെ ശുദ്ധമായ പാനീയം. അതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ചില പദങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അതൊന്നും നമുക്കാർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത സുഖങ്ങളുടെയും ആനന്ദങ്ങളുടെയും അതുപോലെ തന്നെ രുചികളുടെയും ഭക്ഷണപാനീയങ്ങളാണ്. അവർ കുടിപ്പിക്കപ്പെടുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും യഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുഅലുആ വലിബാസുഹും ഫീഹാ ഹരീർ, സ്വർണത്തിന്റെ വളകളുണ്ട്, മുത്തിന്റെ വളകളുണ്ട്, അവർക്ക് പട്ടുകളാണ്, സിൽക്കുകളാണ് അവരുടെ വസ്ത്രങ്ങൾ. ഇനിയും സൂറത്തുൽ കഹ്ഫിലൂടെ പറയുന്നു യഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വയൽബസൂന സിയാബൻ ഖുദറൻ മിൻ സുന്ദുസിൻ വഇസ്തബ്റഖിൻ മുത്തഖീന ഫീഹാ അലൽ അറായിക് നിഅമത് സവാബ് വഹസുനത് മുർതഫഖാ, അവർക്ക് സ്വർണത്തിന്റെ വളകൾ അണിയിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പച്ചവർണ്ണത്തിലുള്ള മരതകപ്പട്ടുകളും അതുപോലെ തന്നെ ഉയർന്ന മുന്തിയ ഇനം പട്ടുകളുടെയും വസ്ത്രങ്ങൾ. മുത്തഖീന ഫീഹാ അലൽ അറായിക്, അലങ്കൃതമായ സോഫകളിൽ അവർ ചാരിയിരുന്ന് ആടി ഉല്ലസിക്കുന്നു. അല്ലാഹു തആല പറയുന്നു നിഅമത് സവാബ്, എത്ര മുന്തിയ പ്രതിഫലമാണിത്, എത്ര മുന്തിയ പ്രതിഫലമാണിത്. അതേ, ഇതിനൊക്കെ പുറമേ സത്യവിശ്വാസികളായ ആളുകളോട് സ്വർഗത്തിലെ സുഖസൗകര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് റബ്ബ് അവരോട് ചോദിക്കുന്നവര് ചോദ്യമുണ്ട്. തുരീദൂന ശൈഅൻ നസീദുക്കും, നിങ്ങൾക്ക് ഇനി വല്ലതും വർദ്ധനവ് ആവശ്യമുണ്ടോ? മുഅ്മിനീങ്ങൾ പറയും വലം തുബയ്യിഹു വുജൂഹനാ, നീ ഞങ്ങളുടെ മുഖങ്ങളെ ശോഭയുള്ളതാക്കിയ റബ്ബല്ലേ. അലം തുദ്ഖിൽനൽ ജന്നത വതുനജ്ജിനാ മിനന്നാർ, നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചല്ലോ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിച്ചല്ലോ. ഫയക്ഷിഫുൽ ഹിജാബ്, റബ്ബദാ മറനീക്കി പുറത്തു വരികയാണ്. ഫമാ ഉഅതൂ ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ റബ്ബിഹിം അസ്സ വജൽ, അവർക്ക് സ്വർഗത്തിൽ വെച്ച് നൽകപ്പെടുന്ന അവരുടെ ഏറ്റവും വലിയ ആനന്ദം തങ്ങളുടെ റബ്ബിനെ ഒന്ന് കാണാൻ കഴിയുന്നല്ലോ. അത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെളിവായിക്കൊണ്ട് സൂറത്തുൻ നിസായിലെ 59-ാമത്തെ ആയത്ത് ഓതുകയാണ്. ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ, സത്യവിശ്വാസികളായ ആളുകൾ, നന്മ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ, പ്രവർത്തനങ്ങളൊക്കെ നല്ല നിലക്ക് ചെയ്തിവിടണമെന്ന് മരിച്ചുപോയ ആളുകൾക്ക് നല്ല രൂപത്തിലുള്ള സുഖങ്ങളുടെ സ്വർഗമുണ്ട്. അതിന്റെ പുറമേ വസിയാദത്തുൻ, വർദ്ധനവുണ്ട്. സ്വർഗമുണ്ട്, വർദ്ധനവുണ്ട്. എന്താ ഈ വർദ്ധനവ് എന്നാണ് വിധങ്ങൾ ഈ പറയുന്നത്? ഇതുവരെ കണ്ടിട്ടില്ലാത്ത തങ്ങളുടെ റബ്ബിനെ ഒന്ന് കാണാൻ കഴിയുക, അല്ലാഹുവിനെ കാണാൻ കഴിയുക, അല്ലാഹുവിനെ കണ്ടാസ്വദിക്കുക. മുഅ്മിനീങ്ങൾക്ക് മാത്രം കിട്ടുന്ന അനുഗ്രഹമാണ് റബ്ബിനെ നോക്കൽ. അത് നോക്കിയിട്ട് അവരുടെ മുഖങ്ങൾ നോക്കുമ്പോ തന്നെ അവരുടെ മുഖങ്ങൾക്ക് സൗന്ദര്യം കൂടെയാണ്. മുഖങ്ങളതാ പ്രസന്നമായി ശോഭിക്കുകയാണ്. തങ്ങളുടെ റബ്ബിനെ അവരെ കണ്ടിരിക്കുന്നു. റബ്ബിനെ കാണാൻ ഒരു അവസരവും നമുക്ക് ഭൂമിയിൽ വെച്ച് നൽകപ്പെട്ടിട്ടില്ല, കാഫിറിന് പരലോകത്തുമില്ല. അതേ അവസരത്തിൽ മുഅ്മിനീങ്ങൾക്ക് മാത്രം നൽകുന്ന വസിയാദത്തുൻ എന്ന് പറഞ്ഞ വർദ്ധനവാണ് റബ്ബിനെ കാണാനുള്ള തൗഫീഖ് കിട്ടൽ. അത്ര ഒരു വലിയ സന്തോഷം, സൗഭാഗ്യം മുഅ്മിനീങ്ങൾക്ക് സ്വർഗത്തിൽ കിട്ടുന്ന വേറൊന്നും വേറില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുഹൃത്തുക്കളെ, ഇത്രയും വലിയ സൗകര്യങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും കേന്ദ്രമായ സ്വർഗം അത് നേടിയെടുക്കാൻ നമ്മുടെ അധ്വാനം, നമ്മുടെ പരിശ്രമം ഏറെ ആവശ്യമാണ്. നാം അതിനുവേണ്ടി അധ്വാനിക്കുക, അല്ലാഹുവിന്റെ പൊരുത്തം നേടാൻ വേണ്ടി പരിശ്രമിക്കുക. പാപങ്ങൾ എത്ര ചെറുതും വലുതുമായവയാണെങ്കിലും എത്ര വലിയ പാപങ്ങളിൽ നിന്നും ചെറിയ പാപങ്ങളിൽ നിന്നും മനഃപൂർവ്വം അതിലേർപ്പെടാതെ വിട്ടുനിന്ന് സൂക്ഷിക്കുക. തഖ്വ എന്ന് പറഞ്ഞതാ സ്വർഗം കിട്ടുന്നവർക്കൊക്കെ പറഞ്ഞ, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിടത്ത്
എല്ലായിടത്തൊക്കെ പറഞ്ഞ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ തഖ്വ എന്ന് ചോദിച്ചപ്പോ സഹാബിമാരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. നീ കല്ലും മുള്ളും കുപ്പിച്ചില്ലും അതുപോലെ തന്നെ മാലിന്യങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോൾ എത്ര സൂക്ഷിച്ച് നീ മുന്നോട്ട് പോകും. വസ്ത്രത്തിൽ മുള്ളു കോറാതെ, കാലിൽ മുള്ളു തറക്കാതെ, മാലിന്യം വരലാതെ വസ്ത്രം പൊക്കിപ്പിടിച്ച് ശ്രദ്ധിച്ചുള്ള പോക്ക് ഇരുട്ടത്ത് പോകുമ്പോ ഇതുപോലെ ദുനിയാവ് ഇരുട്ടാണ്. ഇവിടെ കുപ്പിച്ചില്ലുകളുണ്ട്, മൂർഖൻ പാമ്പുകളുണ്ട്, വിഷജന്തുക്കളുണ്ട്, മാലിന്യങ്ങളുണ്ട്, വൃത്തികേടുകളുണ്ട്, തോന്നിവാസങ്ങളുണ്ട്. അതിലൊന്നും തന്റെ ശരീരവും തന്റെ കൽബും ഭാഗമാക്കാവാതെ, അതിൽ ടച്ചാവാതെ വളരെ സൂക്ഷ്മതയോടെ റബ്ബ് നൽകിയ വിശുദ്ധ ഖുർആനാകുന്ന ലൈറ്റടിച്ച്, സുന്നത്താകുന്ന ലൈറ്റടിച്ചുകൊണ്ട് ആ ഇരുട്ടിനെ വകതേരിച്ച് മുന്നോട്ട് പോകാൻ തൗഫീഖ് ലഭിക്കപ്പെട്ടവർക്കാണ് സ്വർഗം. ഇവർക്കാണ് സ്വർഗം. ഇതിലേക്ക് എത്തിപ്പെടാൻ അള്ളാഹു നമുക്ക് കരുത്ത് പകരുമാറാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അള്ളാഹു സ്വർഗം നൽകുന്ന വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി സ്വർഗത്തിന് അർഹരാകുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതചര്യകളെ പിന്തുടരുന്നതിലൂടെയാണ് സ്വർഗം. നാം പ്രവേശിച്ചിരിക്കുന്ന ഈ മാസം ശഅബാൻ പരിശുദ്ധ റമദാനിന്റെ തൊട്ട് മുമ്പുള്ള മാസം. മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തക്മല സിയാമ ശഹ്രിൻ ഇല്ലാ റമദാൻ വമാ റഅയ്തുഹു അക്സറ സിയാമൻ മിൻഹു ഫീ ശഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസം പൂർണ്ണമായി നോമ്പെടുത്തത് ഞാൻ കണ്ടത് റമദാനിൽ മാത്രമാണ്. റമദാനിലാണ് അല്ലാഹുവിന്റെ റസൂൽ പൂർണ്ണമായി നോമ്പെടുത്തത് ഞാൻ കണ്ടത്. എന്നാൽ മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം നോമ്പ് അധികരിപ്പിച്ചത് ശഅബാനിലുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാൻ 30 അനുഷ്ഠിച്ചപ്പോൾ ശഅബാൻ അധിക ദിവസങ്ങളും അനുഷ്ഠിച്ചു. അങ്ങനെ ശഅബാനിൽ അധിക ദിവസങ്ങളും നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുന്നത്, ശഅബാനിലാണ് അധികവും റസൂലുള്ളാഹി നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടത്. എന്താണ് അങ്ങനെ വർദ്ധിപ്പിക്കാൻ കാരണമെന്ന് സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലം അറക തസൂമു ശഹ്റൻ മിന അശ്ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. ശഅബാൻ മാസത്തിൽ താങ്കൾ നോമ്പെടുക്കുന്നത് പോലെ മറ്റു മാസങ്ങളിലൊന്നും നോമ്പെടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ലല്ലോ. എന്താണ് ശഅബാനിൽ ഇത്ര പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക ശഹ്റുൻ യഗ്ഫിറു الناس അൻഹു ബൈന റജബിൻ വറമദാൻ. റജബിന്റെയും റമദാനിന്റെയും ഇടയ്ക്ക് വരുന്ന ശഅബാൻ പലപ്പോഴും ആളുകൾ അശ്രദ്ധമാകുന്ന മാസമാണ്. വഹുവ ശഹ്റുൻ, ആ മാസം തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. സർവലോക പരിപാലകനായ റബ്ബിങ്കലേക്ക് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. മാസങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ. ഫയുഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിമുൻ. അതുകൊണ്ട് ആ മാസത്തിലല്ലേ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത്. എന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന നേരം ഞാൻ നോമ്പുകാരനായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്നാണ്. നോമ്പുകാരനായിരിക്കെ എന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ശഅബാനിൽ നോമ്പ് അധികരിപ്പിച്ചത് എന്നതിന്റെ യുക്തികൾ പലയിടത്തും പല പണ്ഡിതന്മാരും വിശദീകരിച്ച കൂട്ടത്തിൽ ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, അന്നത്തെ ശഅബാനിലുള്ള നോമ്പുകൾ കത്തംരീനി അലാ സിയാമി റമദാൻ. റമദാൻ നോമ്പിനുള്ള ഒരു ട്രെയിനിങ് ആണ്. റമദാനിലെ നോമ്പിനുള്ള ഒരു പരിശീലനം പോലെയാണ്. അല്ലാ യദ്ഖുല ഫീ സൗമി റമദാന അലാ മശഖത്തിൻ വകുൽഫ. നോമ്പൊന്നും എടുക്കാതെ പെട്ടെന്ന് നമ്മൾ റമദാനിലാണ് നോമ്പെടുക്കുമ്പോ വളരെ പ്രയാസം ഉണ്ടാകും, വളരെ ബുദ്ധിമുട്ടും വിഷമൊക്കെ തോന്നും റമദാൻ ഒന്നിന്റെ നോമ്പ്. അതേ അവസരത്തിൽ അതിന്റെ മുന്നോടിയായി തന്നെ ശഅബാനിലും നോമ്പെടുത്ത് ശീലമായാൽ, നോമ്പെടുത്ത് ശീലിച്ചു കഴിഞ്ഞാൽ, പ്രയാസങ്ങളില്ലാതെ അതൊരു പതിവാക്കി കഴിഞ്ഞാൽ റമദാനിൽ നമ്മൾ ആ ശഅബാനിൽ നമ്മൾ നോമ്പെടുത്ത് കുറെ ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞു, അങ്ങനെ പരിചയിച്ച് നമുക്ക് റമദാനിലേക്ക് പ്രവേശിക്കാം.
നോമ്പിന്റെ മധുരവും അതുപോലെ തന്നെ അതിന്റെ ആനന്ദവുമൊക്കെ അവന് ശഅബാനിലൂടെ തന്നെ അവന് അനുഭവിച്ച് അവന് റമദാനിലേക്ക് പ്രവേശിക്കാം. വളരെ ഉന്മേഷത്തോടെ, വലിയ ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ, പവറോടെ, പേടിയില്ലാതെ എനിക്ക് കഴിയൂലേ എന്നൊക്കെയുള്ള ബേജാറ്, കഠിനമായി ചൂടല്ലേ വരാൻ പോകുന്നത്, 16 മണിക്കൂറല്ലേ, അതൊന്നുമില്ല. അതിന്റെ മുമ്പെന്നങ്ങോട്ട് എടുത്ത് ശീലമായി കഴിഞ്ഞാൽ പരിശുദ്ധ റമദാനിന്റെ ഒരാമുഖം എന്ന നിലക്ക് മുന്നോടിയായിക്കൊണ്ട് നമുക്ക് അനുഷ്ഠിക്കാവുന്നത് ദുഹറിന്റെ മുമ്പ് സുന്നത്ത് നിസ്കരിക്കും പോലെ, അസറിന്റെ മുമ്പ് നിസ്കരിക്കും പോലെ, അതുപോലെ ഓരോ ഫർളുകളുടെയും ഒക്കെ മുമ്പും പിറകെയുമൊക്കെ നിസ്കരിക്കുന്നത് പോലെ അങ്ങനെയുള്ള സുന്നത്തുകളിലൂടെയുള്ള ഒരു പരിശീലനം നന്മയിലേക്ക് നമ്മുടെ മനസ്സുകളെ കൂടുതൽ അടുപ്പിക്കാനത് കാരണമാകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ മാസത്തിൽ കഴിയുന്നത്ര ആർക്കൊക്കെ സാധ്യമാകുമോ ഓരോരുത്തരുടെയും സാധ്യതകൾ അവരവർക്കാണ് അറിയുക. ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും ദിവസങ്ങളിലെങ്കിലും കഴിയുന്നത്ര ശഅബാൻ മാസത്തിൽ നോമ്പെടുക്കുവാൻ നമ്മൾ താൽപര്യം കാണിക്കുക. ഒരു നോമ്പിലൂടെ ഘാതങ്ങളോളം ദൂരമാണ് നരകാഗ്നിയിൽ നിന്ന് നമ്മൾ ദൂരത്താക്കപ്പെടുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമതായി സൂചിപ്പിക്കാനുള്ളത്, പ്രിയമുള്ളവരെ, ആർക്കെങ്കിലും ഏതെങ്കിലും കാരണത്താൽ കഴിഞ്ഞ റമദാനിൽ വല്ല നോമ്പുകളും നഷ്ടപ്പെട്ടത് ഓർമ്മയിൽ കിടപ്പുണ്ടെങ്കിൽ അവസാന ചാൻസാണ് ഈ മാസം. ഇനി അവർക്ക് വേറെ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഈ ശഅബാൻ അങ്ങനെ മുമ്പ് നഷ്ടപ്പെട്ടു പോയ നോമ്പുകളുണ്ടെങ്കിൽ അത് നിർവഹിക്കുവാൻ വേണ്ടിയുള്ള മാസമായി കാണേണ്ടതുണ്ട്. മാത്രമല്ല, ഈ മാസത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സുന്നത്തുകളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ള കാര്യം, വയ്യാകും വമുഹദസാത്തിൽ ഉമൂർ, കാര്യങ്ങളിലെ പുത്തനാചാരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ. എല്ലാ പുത്തനാചാരങ്ങളും ബിദ്അത്തുകളാണ്, സർവ്വ ബിദ്അത്തുകളും വഴികേടുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പാരമ്പര്യമായിട്ട് നമ്മളെ വീട്ടിൽ അങ്ങനെയൊക്കെയല്ലേ ബറാത്ത് രാവ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്, അന്നൊരു പ്രത്യേക നിസ്കാരമുണ്ട്, അന്ന് പ്രത്യേകമായി ചക്കരച്ചോറ് വെക്കുന്ന മധുരപലഹാരം ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട്, അന്ന് പ്രത്യേകമായി മരണപ്പെട്ടവരുടെ പേരിൽ വീട്ടിലുള്ള കുടുംബങ്ങളുടെ പേരിലൊക്കെ മെമ്പർമാരുടെ തലയെണ്ണിയിട്ട് ഓരോരുത്തർക്ക് വേണ്ടി 3 യാസീൻ ഓതുന്ന പരിപാടിയുണ്ട്, സൂറത്ത് ദുഖാൻ ഇശാ മഗ്രിബിന്റെ ഇടയ്ക്ക് ചൊല്ലുന്ന പരിപാടിയുണ്ട്, 100 റക്അത്ത് നിസ്കാരം രാത്രിയുണ്ട്, പകലിൽ ബറാത്ത് നോമ്പെന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായ ഒരു നോമ്പുണ്ട് എന്നൊക്കെ സമൂഹത്തിൽ പലരും ആചരിച്ചു പോരുന്നുണ്ട്. പാപ്പ അങ്ങനെ ഉണ്ടായില്ലേ, ഉമ്മാം അങ്ങനെ ചെയ്തതല്ലേ, പാരമ്പര്യമായിട്ട് നാട്ടിലുള്ളതല്ലേ, ആൾക്കാരിങ്ങനെ ബറാത്തിലാവോ എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങാടി കൂടി നടക്കലുണ്ട്, പള്ളി കയറലുണ്ട്, അതൊക്കെ പാരമ്പര്യമല്ലേ എന്നൊന്നും പറഞ്ഞ് പാരമ്പര്യത്തെക്കാൾ പാപ്പമാരുടെ കാക്കകാരണവന്മാരുടെ പ്രവർത്തനത്തെക്കാൾ നാം മുന്തിക്കേണ്ടത് നന്മയ്ക്കാണ്, തെളിവുകൾക്കാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറുൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും മുന്തിയ ചര്യ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയാണ്. അവിടുന്ന് ബറാത്തിനാവെന്ന പേരിൽ ഒരു പ്രത്യേകമായ നിസ്കാരം നിസ്കരിച്ചിട്ടില്ല, ബറാത്ത് നോമ്പെന്ന പേരിൽ ഒരു നോമ്പെടുത്തിട്ടില്ല, അതിനുവേണ്ടി ഒരു പ്രത്യേകമായി യാസീൻ ഓതിയിട്ടില്ല, അതിനുവേണ്ടി മധുരപലഹാരം ില്ല, അതിനുവേണ്ട പ്രത്യേകമായ രൂപത്തിലുള്ള ഒരു കർമ്മങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്തിനേക്കാളും സ്നേഹിക്കപ്പെടേണ്ടത് അവിടുത്തെ ചര്യകളാണ്. അതാണ് ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല ഹത്താ കൂന ഹബ്ബ ഇലൈഹി, ഒരുവനിലേക്ക് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വരെ, മിൻ വാലിദിഹി, അവന്റെ മാതാപിതാക്കളെക്കാൾ, വവൽദിഹി, അവന്റെ സന്താനങ്ങളെക്കാൾ, വന്നാസി അജ്മഈൻ, എല്ലാവരെക്കാളും. പാപ്പമാരായിട്ട് ചെയ്തു പോരുന്ന കാര്യമാണ്, അതിനിപ്പോ വീട്ടിൽ നിർത്താൻ പാടില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. അവരെക്കാൾ നീ സ്നേഹിക്കേണ്ടത്, അവരെക്കാൾ നീ ബഹുമാനിക്കേണ്ടത്, അവരെക്കാൾ അനുസരിക്കപ്പെടേണ്ടത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ചര്യകളിലേക്ക് മടങ്ങുക. അതല്ലാത്ത മുഴുവൻ അനാചാരങ്ങളോടും വിട പറയുക എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തേണ്. ഇപ്പൊ 15 ശഅബാൻ 15 നോമ്പെടുത്ത് ഈ അടുത്ത 15 വെള്ളിയാഴ്ച വരുന്നത്, ആരും അന്ന് നോമ്പെടുക്കണ്ട. അതേ അവസരത്തിൽ 13-നും 14-നും 15-നും നോമ്പെടുക്കാറുണ്ടോ? എല്ലാ അറബി മാസവും അങ്ങനെ സുന്നത്തുണ്ടല്ലോ, മാസത്തിൽ 3 ദിവസം നോമ്പെടുക്കുന്നു. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ നോമ്പെടുത്ത് വരുന്നുണ്ട്, ശഅബാനിൽ നിന്ന് നോമ്പ് കൂടുതൽ വർദ്ധിപ്പിക്കാമെന്ന നിലക്ക് എടുക്കുന്നതാണോ? അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ 15-നൊരു പ്രത്യേകതയുണ്ട് എന്ന നിലക്ക് നോമ്പെടുക്കുമ്പോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചര്യകളിൽ നിന്ന് പുറത്താകും. അതുകൊണ്ട് ഗൗരവത്തോടെ മനസ്സിലാക്കുക, ഇസ്ലാം അത് നബി സല്ലല്ലാഹു അലൈഹി
വസല്ലം നമുക്ക് പഠിപ്പിച്ച് പൂർത്തിയാക്കി തന്ന മതമാണ്. അതനുസരിച്ച് ജീവിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റുന്നതിലാണ് പരലോക ഗുണമുള്ളവർക്കാണ് സ്വർഗം. ആ സ്വർഗം നേടുന്ന നല്ലവരിൽ നാം ഉൾപ്പെടുക. അല്ലാഹു റബ്ബുൽ ആലമീൻ സുന്നത്തുകളെ അനുഗമിക്കുന്ന, ബിദ്അത്തുകളോട് വിട പറയുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹുവിന്റെ രക്ഷയും കാവലും അവൻ നമ്മിൽ വർഷിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ, പല രോഗികളും ഹോസ്പിറ്റലുകളിൽ ഓപ്പറേഷന് വിധേയമായി കിടപ്പുണ്ട്. കൊച്ചു കുട്ടികളുണ്ട്, വലിയവരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ അറിയുന്നു. അല്ലാഹുവെ, പരിപൂർണമായ ശിഫ നൽകിക്കൊണ്ട് പൂർണ്ണാരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ കാത്തുരക്ഷിക്കണമേ. നാഥ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം സന്തോഷത്തിലാക്കി കൊടുക്കണമേ. ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.